വേറെ ഫോട്ടോ കിട്ടാൻ പറ്റുമെന്ന് അവള് നോക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞതിൽ ന്യായമുണ്ട്. അത്രയ്ക്ക് ധൈര്യത്തോടെ എന്നെ കൊല്ലാൻ അമരാവതിക്കകത്ത് വരണമെങ്കിൽ അതിനൊരു സഹായി തീർച്ചയായിട്ടും ഉണ്ടാവണം. ശിവയെ പ്രതിയാക്കിയതുകൊണ്ട് ആർക്കാണ് ഗുണം കിട്ടുന്നത്? എന്റെ കണ്ണ സ്വാമി. നമസ്തേ. ഇരിക്ക് സ്വാമി. ക്ഷമിക്കണം സ്വാമി. എന്തിനാ? അതിന് നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സ്വാമി പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഏകം സത് വിപ്ര ബഹുദ വദന്തി എന്ന് കേട്ടിട്ടില്ലേ? എല്ലാം ഒന്നാണ് കുഞ്ഞെ. നമ്മൾ അതിനെ പല വിധത്തിൽ കാണുന്നു എന്നുള്ളൂ. സൂക്ഷിക്കണമെന്ന് സ്വാമി പറഞ്ഞതൊന്നും ഇവൻ കേട്ടില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ പറ്റൂ. ചിലത് കൂടി പറയണമെന്ന് തോന്നി, അതാ വന്നത്. കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ മരിക്കാൻ കാരണക്കാരായ ശത്രുക്കളും ഈ ജന്മത്തിൽ പുനർജനിച്ചിട്ടുണ്ട്. പല രൂപത്തിൽ അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ബന്ധുക്കളായും സുഹൃത്തുക്കളായും ഒക്കെ വന്നാലും ഒടുവിൽ അവർ ശത്രുക്കളായി തന്നെ വന്നു ചേരും. ഇതിന് ഒരു പരിഹാരമില്ലേ സ്വാമി? എല്ലാത്തിനുമുള്ള പരിഹാരങ്ങളും ഈശ്വരൻ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എന്റെ ഗുരുവായൂരപ്പ, നിങ്ങൾ തമ്മിൽ ഒരിക്കലും വേർപിരിയാൻ പാടില്ല. കഴിഞ്ഞ ജന്മത്തിന് ഈ ജന്മത്തിലേക്ക് നിങ്ങൾ പുനർജനിച്ചത് സാധിക്കാതെ പോയ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാണ്. പരസ്പരം ഒന്നു ചേർന്ന് നിന്നാൽ മാത്രമേ ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയൂ. പരമേശ്വരന്റെ ശക്തിയും ദൗർബല്യവും പാർവതിയായിരുന്നു. ഇവിടെ നിന്റെ ശക്തിയും രക്ഷയും ദാ ഇവളാണ്. അമ്മേ ദേവി. കൃഷ്ണ ഗുരുവായൂരപ്പ. കൂടെ തന്നെ വേണം എപ്പോഴും. ശരി സ്വാമി.
ഞാൻ ഇറങ്ങട്ടെ. ശരി സ്വാമി. പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? വേണ്ട, ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങളൊന്നും ഇനി ആവർത്തിക്കണ്ട. നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചു. ഉത്തരത്തിലിരുന്നത് എടുക്കാനും പറ്റിയില്ല, കയ്യിലിരുന്നത് പോവുകയും ചെയ്തു. മാഡം വെറുതെ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. പത്മവ്യൂഹത്തിൽ അകപ്പെട്ടാലും ചാവാത്ത ഭാഗ്യമുണ്ടവന് ആ DKക്ക്. അപ്പൊ SKയോ? അവനെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയതല്ലേ? എന്നിട്ട് എന്തായി? ഒന്ന് തൊടാൻ സാധിച്ചോ? അവള് വന്ന് അവനെ നിസ്സാരമായി കൊണ്ടുപോയില്ലേ? മാഡം, ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെയാ കപ്പിനും ചുണ്ടിനും ഇടവെച്ച് നഷ്ടപ്പെട്ടു പോകും. കുത്തേറ്റവന് പരാതിയില്ലെങ്കിൽ പിന്നെ പോലീസിന് അങ്ങനെ കേസെടുക്കാൻ പറ്റും. ഇന്നത്തോടെ അവന്റെ ശല്യം ഒഴിവാകുമെന്ന് കരുതിയതാ. തീർന്നു, എല്ലാം തീർന്നു. ഇതിന്റെ പേരിൽ ഇനി നമ്മൾ തന്നെ തൂങ്ങേണ്ടി വരുമെന്നാ എന്റെ പേടി. എയ്ത് വിടുന്ന അസ്ത്രങ്ങളൊക്കെ ബൂമറാങ് പോലെ തിരിച്ചു വരുന്ന കാലം ഇത്. ഒരു വാക്കുകൊണ്ട് ഭരണം പോകുന്ന മന്ത്രിമാരെ പോലെയല്ല, അതിനേക്കാളും വലിയ നേട്ടങ്ങൾക്ക് മുകളിലാ എന്റെ മകളിപ്പോ നിൽക്കുന്നത്. അതൊന്നും നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഒരു അന്വേഷണവും ഞങ്ങളിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ വേണം ശ്രദ്ധിക്കാൻ. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം. പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടത് DK-SK അല്ല. എല്ലാവരും തിരുമണ്ടിയെന്ന് മുദ്രകുത്തിയ ഒരാതിബുദ്ധിക്കാരി ജ്യോതി. അവളാ നമ്മുടെ യഥാർത്ഥ പ്രതിയോഗി. SK രക്ഷിച്ച അവളെയാണ് നമ്മളിനി സൂക്ഷിക്കേണ്ടത്. ആ മറ്റവനെവിടെ? റോബിൻ. ആ, തൽക്കാലം അവനോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. കാര്യങ്ങളൊക്കെ അവനറിയാം. SKയും DKയും ഇതോടെ രണ്ടിന്റെയും കാര്യം അവസാനിക്കുമെന്ന് കരുതിയതാ. ഇതിപ്പോ എല്ലാം കൂടി അടപടലം നശിച്ചു. ഇനി ആദ്യം തൊട്ട് തുടങ്ങണം. പോലീസിൽ DKയ്ക്കുള്ളതിനേക്കാൾ സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷേ ഞാനിതൊക്കെ അവരോട് പറഞ്ഞ നാളെ എന്റെ മകളുടെ ഫ്ലാഷ് ബാക്ക് തിരഞ്ഞ് അതിലൊരാളെങ്കിലും വരും. അതുകൊണ്ടാ DKയുടെയും SKയുടെയും ശത്രുവായ നിങ്ങളെ ഞാൻ തെരഞ്ഞു പിടിച്ചത്. പക്ഷേ നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തി. മാഡം, ഒരു ദിവസം കൊണ്ട് ആരും ഒരു യുദ്ധവും ജയിക്കാൻ പോകുന്നില്ല. മഹാഭാരത യുദ്ധം നടന്നത് 18 ദിവസമാണ്. ഓരോ ദിവസവും ശത്രുക്കളെ ഓരോരുത്തരായി വെട്ടിവീഴ്ത്തി ഒടുവിൽ അവസാനത്തെ ആളെയും വീഴ്ത്തി. കേട്ടിട്ടില്ലേ? കാത്തിരിക്കണം. രാമനും ലക്ഷ്മണനും തൽക്കാലം രക്ഷപ്പെട്ടെന്ന് കരുതി അതവരുടെ അന്തിമ വിജയമല്ല. യുദ്ധതന്ത്രങ്ങൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഒറ്റയടിക്ക് ഏത് ശത്രുവിന്റെയും പത്തി തകർക്കണം. ഇല്ലെങ്കിലേ വീഴ്ചയിൽ നിന്നും കരകയറിയ ശത്രു രണ്ടാമത് നേരിടുമ്പോ തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ കരുത്തനാവും. ഇതിനു പിന്നിലെ ബുദ്ധികേന്ദ്രം ആ ജ്യോതിയ. അവളാ നമ്മുടെ യഥാർത്ഥ ശത്രു. തൽക്കാലം നമുക്കൊരു വലിയ മുൻകരുതൽ എടുക്കാനുണ്ട്. ഇവിടെ സംഭവിച്ചതൊന്നും എന്റെ മകൾ അറിയാൻ പാടില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്തയും പുറത്തു വരരുത്. തമിഴിൽ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്താവുന്ന പ്രയത്നത്തിലാണ് അവളിപ്പോ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് പുറത്തായ അതാകെ തകരും. അതോർത്ത് മേഡം ടെൻഷനാവണ്ട. ഒന്നും സംഭവിക്കില്ല. ഒരന്വേഷണവും നിങ്ങളിലേക്ക് വരില്ല. പോരെ? മതി. അടുത്ത ഗെയിം എപ്പോ തുടങ്ങണമെന്ന് ഞാൻ പറയും. അതുവരെ ജ്യോതി അവനെ രക്ഷിക്കട്ടെ. SK, DK, ജ്യോതി അവസാനിപ്പിക്കണം. ഈ മൂന്നെണ്ണത്തിനെ അവസാനിപ്പിക്കും ഞാൻ.